കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നമസ്കാരം. വെട്ടൻ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. വേദനിക്കുന്നവരുടെ മുഖത്ത് വിരിയുന്ന ആശ്വാസപുഞ്ചിരി മാത്രം പ്രതിഫലമായി കൈപ്പറ്റി മടങ്ങുന്നവർ. ചികിത്സിച്ചു ഭേദമാകാത്ത മാരക രോഗങ്ങളാൽ കിടപ്പിലായി ദുരിതമനുഭവിക്കുന്നവർക്ക് തിരൂർ ബ്ലോക്കിന് കീഴിലെ പാലിയേറ്റീവ് നഴ്സുമാരും വോളണ്ടിയർമാരും ഒരുക്കുന്നത് സാന്ത്വന സ്പർശത്തിൻ്റെ സ്നേഹലോകം. തിരൂർ നൂറിലേക്കൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് കുടുംബ സംഗമം സ്പർശം 2026 സാമൂഹിക പ്രതിബദ്ധതയുടെ മനോഹരമായ മാതൃകയായി മാറി. അതിരില്ലാത്ത കരുതലിന്റെ, സ്നേഹം നിറഞ്ഞ ചേർത്ത് പിടിക്കലുകളുടെ, ആരുമില്ലാത്തവരുടെ പ്രതീക്ഷയുടെ പ്രതീകമായി പാലിയേറ്റീവ് കുടുംബ സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ ഭരണസമിതിയുടെ അവസാന വർഷത്തെ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. ഈ പ്രാവശ്യവും നമുക്ക് അങ്ങനെ എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത്ര യാത്രകൾ ഇതിന്റെ ഭാഗമായി ഇപ്പൊ നടത്താൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിനോദയാത്ര എന്നുള്ള പരിപാടി ഒഴിവാക്കി ഇങ്ങനെ ഒരു സംഗമമാക്കി നമ്മൾ മാറ്റി. അസുഖം ഏത് സമയത്ത് ഏത് മനുഷ്യനും വരാം, അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല. ഇത് ഏത് മനുഷ്യനും അസുഖം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ഥിതിയാണ് ഉണ്ടാകുക. പക്ഷേ നമുക്ക് അസുഖത്തെ നേരിടാൻ മനക്കരുത്ത് കിട്ടണമെങ്കിൽ വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ടി ഇസ്മായിൽ, ഉഷ കാവ്യട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി തങ്കമണി, ഫൗസിയ നാസർ, വി പി ഹംസ, കെ അനിത, കെ പി സെലീന, HMC അംഗം പി രാജൻ എന്നിവർ സംസാരിച്ചു. ഈ പാലിയേറ്റീവ് സംഗമത്തിൽ പങ്കെടുത്തവർക്കും എല്ലാ ആളുകൾക്കും ഇത് സംഘടിപ്പിച്ചവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. നമ്മുടെ മനസ്സിന്റെ ഉറപ്പും സമാധാനവുമാണ് നമ്മുടെ മരുന്നിനേക്കാൾ നമുക്ക് പ്രയോജനപ്പെടുന്നത്. നമുക്ക് ഈ വീട്ടില് അസുഖമായിട്ട് ഇരിക്കുന്ന ആളുകൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് അവിടെ ഉണ്ടാകുന്ന അവസ്ഥകളെന്നോ, എന്താണ് നമുക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഈ പാലിയേറ്റീവിന്റെ ഒരു പ്രാധാന്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പാലിയേറ്റീവ് നഴ്സ് ജനിത സ്വാഗതവും ഹെൽത്ത് വൈസ് സൂപ്പർവൈസർ സജീവ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകിൽ വന്നെന്റെ കൈലാസനാഥ. വലിയ വിപത്ത് ഈശ്വരനേകിയാലാരു തടുക്കും, അറിയില്ലേ ദുർബലരല്ലേ മാനവരെ വരുമേ. വെട്ടൻ ന്യൂസ് തിരൂർ. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല.